ഓക്കെ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റെസൊണൻസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ റെസൊണൻസ് ഉപയോഗിച്ച് നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പറയേണ്ടത് എങ്ങനെ നമ്മൾ ഇതിനെ ഇമേജിങ് ചെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണെന്നുള്ളതാണ്. ഇമേജിങ്ങിലോട്ട് ഫോം ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്തായാലും വേണമെന്ന് പറയും. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ഒരു MRI മാഗ്നറ്റിക് റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മളെ ബോഡിയിലുള്ള ഈ പറഞ്ഞ പ്രോട്ടോൺസ് എല്ലാം ഒരു ഈ പറയുന്ന ലോങ്ങിറ്റ്യൂഡ് മാഗ്നറ്റൈസേഷനിലോട്ട് അലൈൻ ചെയ്യുകയും അതിൽ എനർജി കുറഞ്ഞത് ആ ലോങ്ങിറ്റ്യൂഡ് മാഗ്നറ്റൈസേഷനിലോട്ട് അലൈൻ പാരലായിട്ടും എനർജി കുറഞ്ഞത് ആന്റി പാരലായിട്ടും നിൽക്കും എന്നാണ് നമ്മൾ ബേസിക് ആയിട്ട് MRIയുടെ ഒരു ഫിസിക്സ് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ കുറച്ചുകൂടി സാങ്കേതികമായി പറയുകയാണെങ്കിൽ ന്യൂക്ലിയസ് വിത്ത് നോൺ സീറോ സ്പിൻ ഹാസ് എൻ ആംഗുലർ മൊമെന്റ് ആൻഡ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റി സ്കെയിലർ ക്വാണ്ടിറ്റി എന്നുള്ള രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നെന്ന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന അറിയാലോ, വെക്ടർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിനൊരു മാഗ്നറ്റിക് മൊമെന്റും ഉണ്ട്, അതുപോലെ ഒരു ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ട് നിൽക്കുന്നു എന്നുള്ളത് അതിന്റെ എനർജി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതിൽ ന്യൂക്ലിയർ വിൽ ടെൻഡ് ടു അലൈൻ വിത്ത് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം എപ്പോഴും ഇതിനകത്ത് ന്യൂക്ലിയർ അലൈൻ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അലൈൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അപ്പം ഈ നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ് ബോഡിയുടെ അകത്തുള്ള പ്രോട്ടോൺസ് അകത്തോട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് പേഷ്യന്റ് ബോഡിയിലുള്ള പ്രോട്ടോൺസ് ലോങ്ങിറ്റ്യൂഡൽ മാഗ്നറ്റൈസേഷൻ എന്നുള്ള ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്യുകയും പാരലോ ആന്റി പാരലായിട്ട് നിൽക്കുകയും ചെയ്യും. എന്നിട്ട് അതിലോട്ട് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി പൾസ് സപ്ലൈ ചെയ്യുമ്പോൾ ഈ ലോങ്ങിറ്റ്യൂഡൽ മാഗ്നറ്റൈസേഷൻ ഉള്ളതിനെ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ എന്നുള്ള ഒരു ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുകയും ആ സമയത്ത് എന്ത് ചെയ്യും, നമുക്കൊരു ഫ്രീ ഇൻഡക്ഷൻ DK എന്ന് പറയുന്ന സിഗ്നൽ ലഭിക്കും. പക്ഷെ അത് നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ പറ്റത്തില്ല. ആ ഫ്രീ ഇൻഡക്ഷൻ DK എന്ന് പറയുന്ന സിഗ്നൽ കിട്ടുന്നതിനെ പല ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ഡീഫേസിങ് റീഫേസിങ് എന്നൊക്കെ പറഞ്ഞ് 2-3 കാര്യങ്ങൾ നമ്മൾ ഈ ഫേസ് എൻകോഡിങ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസി എൻകോഡിങ് ഡയറക്ഷനിൽ റീഡ് ഔട്ട് ഗ്രേഡിയന്റ് എന്ന് പറയും, ആ ഡയറക്ഷനുകളിലും അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ഇമേജ് എന്നുള്ള രീതിയിലോട്ടുള്ള സിഗ്നൽ കിട്ടുന്നത്. അപ്പോഴും നമുക്ക് ഇമേജ് ആയിട്ടല്ല കിട്ടുന്നത്, അത് ഒരു അനലോഗ് സിഗ്നൽ ആയിട്ടാണ് കിട്ടുന്നത്. ആ അനലോഗ് സിഗ്നൽ കിട്ടുന്നതിനെ ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബൈനറി ഡേറ്റ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഫോം ചെയ്യുകയും അതിനുള്ളിൽ പിക്സൽ ആൻഡ് വോക്സൽ വാല്യൂസ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ പിക്സൽ വാല്യൂസ് ആൻഡ് വോക്സൽ വാല്യൂസ് എന്ന് പറയുന്നത്, പിക്സൽ ഒരു 2 ഡയമെൻഷനൽ ആണ്, നമ്മൾ വോക്സൽ എന്ന് പറയുമ്പോൾ ഒരു 3 ഡയമെൻഷനൽ ആണ്. അപ്പൊ നമ്മൾ ഈ പിക്സലിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഫ്രീക്വൻസി എൻകോഡിങ്ങും ഉണ്ടാവും, ഒരു ഫേസ് എൻകോഡിങ്ങും ഉണ്ടാവും. ഇതിനെല്ലാം ഞാൻ ബേസിക് പറയുന്നതാണ്, അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. അപ്പം ഈ ഫ്രീക്വൻസി എൻകോഡിങ്, ഫേസ് എൻകോഡിങ്, ഡയറക്ഷൻ ഒക്കെ ഡിസൈഡ് ചെയ്ത് നമ്മൾ എത്ര ഫേസിന്റെ എൻകോഡിങ് ഡയറക്ഷൻ വേണം, എത്ര ഫ്രീക്വൻസി വേണം എന്നെല്ലാം ഡയറക്ഷൻ നമ്മൾ ആദ്യമേ സ്കാനറിൽ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾ അതിന് ഉള്ളിലോട്ട് പോയാലാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നമുക്കറിയാവുന്ന എന്താണ്, നമ്മളൊരു സിഗ്നൽ RF കൊടുത്ത് നമുക്ക് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, ആ ചേഞ്ചിന്റെ ഫലമായിട്ട് നമുക്കൊരു സിഗ്നൽ കിട്ടും, നമുക്കത് ഇമേജ് ഫോം ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ നമുക്കറിയാവൂ. പക്ഷെ ഈ പറഞ്ഞ ഫ്രീക്വൻസി, ഫേസ് എൻകോഡിങ്, സ്ലൈസ് സെലക്ഷൻ ഗ്രേഡിയന്റ്, ഇങ്ങനെ 3 ടൈപ്പ് ഗ്രേഡിയന്റ് ഉണ്ട്. ഇതിന്റെ ഫലമായിട്ടാണ് നമുക്ക് അവിടെ ഈ സ്ലൈസ് പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യാനും സ്ലൈസ് സിഗ്നൽസ് ഡിറ്റർമിൻ ചെയ്യാനും ഫേസും ഫ്രീക്വൻസിയും ഡിറ്റർമിൻ ചെയ്യുക, പിന്നെ റിസീവർ ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ എക്കോ സ്പേസിങ്, ഇതെല്ലാം നമുക്ക് കുറെ പാരാമീറ്റേഴ്സിന്റെ ഫലമായിട്ടാണ് നടക്കുന്നത്. ഇതെല്ലാം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പല ഫാക്ടേഴ്സ് നമുക്കുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു സിഗ്നൽ കിട്ടുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ കെ സ്പേസ് എന്ന് പറഞ്ഞൊരു ഇമാജിനറി അല്ലെങ്കിൽ ബൈനറി ഡേറ്റ സ്പേസിലോട്ട് വിട്ടതിന് ശേഷം ആ കെ സ്പേസിൽ നിന്നാണ് നമ്മൾ എന്താണ് റീഫോർമേഷൻ വഴി ഇമേജ് ഫോം ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഈ കെ സ്പേസിൽ തന്നെ ഫില്ലിങ് ചെയ്യുന്നതിന് വേണ്ടി പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ പണ്ടത്തെ ഫൊറിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു മെത്തേഡാണ്, അതിന്റെ പല ഫിൽറ്റർ ബാക്ക്വേർഡ് പ്രൊജക്ഷൻ ഒക്കെ സീറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഈ ഫൊറിയർ ട്രാൻസ്ഫോർമേഷനിൽ തന്നെ ഈ കെ സ്പേസ് ഫില്ല് ചെയ്യുന്നതിന്റെ മെത്തേഡ് അനുസരിച്ച് ഈ സീക്വൻസിനെ
നമുക്ക് പാരലൽ ഇമേജിംഗ് ടെക്നിക്സും അഡ്വാൻസ് ഇമേജിംഗ്, ഫാസ്റ്റ് ഇമേജിംഗ് കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ ഡീപ്പ് ലേണിംഗ് വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ എയർ റീകോൺ DL, ഡീപ്പ് റിസോൾവ് ബൂസ്റ്റർ, ഇങ്ങനെ കുറെ ടെക്നിക്ക് ഇതിലോട്ട് മെർജ് ചെയ്തിട്ട് ഇതിന്റെ റീഫോർമേഷൻ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കി ഇമേജ് സ്കാൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പല സ്റ്റേജസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇമേജ് കാണുന്ന ഒരു രൂപത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് നടക്കുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ബേസിക് ഫിസിക്സ് പഠിക്കണം. അപ്പൊ ഞാനിത് ചുമ്മാ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാലേ എനിക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അതായത് ഞാനിപ്പോ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ അത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ വീണ്ടും വീണ്ടും പോകാൻ പറ്റും. അപ്പൊ ഞാൻ ഇതൊക്കെയാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാനിപ്പോ ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ സ്ലൈഡുകൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നത് ഞാൻ ഇതൊക്കെയാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാനിപ്പോ ഇത്രയും ബേസിക് പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കുക. കുറച്ചും കൂടി സ്ലോലി സ്പീഡായി പോകണ്ടോ ഒരു സംശയം. ഹലോ, ഓക്കെ, വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. നമുക്കിതൊരു ഐഡിയ വേണമല്ലോ, എങ്ങനെ തുടങ്ങണമെന്നുള്ള ഒരു ഐഡിയ വേണം. അതിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഭൂരിഭാഗം ആൾക്കാരും കയറിയിട്ടില്ല. എല്ലാവരും ഇപ്പൊ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുക. എനിക്ക് ഇതിലേക്ക് ഇടയ്ക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാലും ഇപ്പൊ ലൈവിലാണെങ്കിലും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പം ഒരു NMR എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ബേസിക് ആയിട്ട് പറയുമ്പം ഒരു ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂക്ലിയസും ആണല്ലോ ഉണ്ടാവുന്നത്. അപ്പം ഈ പ്രോട്ടോൺ ആണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും കൂടുതലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് വാട്ടർ ആണ്. വാട്ടറിനെ നമ്മൾ H2O എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ H2 ഒരു ഓക്സിജനാണ് ഉള്ളത്. അപ്പൊ നമുക്കൊരു കൂടുതലുള്ള ബോഡിയിലുള്ള കൂടുതൽ വാട്ടറിൽ ഏറ്റവും കൂടുതലുള്ളത് അബണ്ടന്റ് ആയിട്ടുള്ളത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളവിടെ ഹൈഡ്രജൻ മോളിക്യൂൾസിനെ ഇമേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതിന് ഒരു കാരണം കൂടി. പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഈ ഹൈഡ്രജൻ പ്രോട്ടോൺസ് എന്ത് ചെയ്യുന്ന ഒരു ബാർ മാഗ്നറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഒരു പഠിച്ചിട്ടുള്ള ഫിസിക്സ് പറഞ്ഞാൽ ഒരു ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്തോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനുള്ളിൽ ഉണ്ടാവുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, ആ എക്സ്റ്റേണൽ ഫോഴ്സ് മൂലം നമുക്ക് ആ അടുത്തുള്ള വസ്തുവിൽ ഒരു എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റ് അവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നുണ്ടോ അതിന് ആനുപാതികമായിട്ട് അതിലും ഇന്ററാക്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അതിനൊരു മലയാളത്തിൽ പറയുന്നതുകൊണ്ടാണ് ഇത്രയും. അല്ലെങ്കിൽ നമുക്ക് മറ്റേ EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സർക്യൂട്ട്, അവിടെ ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രവർത്തിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആ ലെൻസസ് ലോ ഒക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു രീതി, ബേസിക് ഫിനോമിനൻ തന്നെ നമ്മളൊരു മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സും നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. അപ്പൊ സോളിനോയിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എടുത്ത് ഈ
മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു എക്സാമ്പിൾ പറഞ്ഞ സോളിനോയിഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഡൈപോൾ മൊമെന്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും, അതിന് ചുറ്റും ഈ പറയുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരിക്കും. അതിൽ നിന്നൊരു ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ ഒരു മെയിൻ മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ MZ അല്ലെങ്കിൽ B0 മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള രീതിയിൽ ആയിട്ടാണ് നമ്മളൊരു മെഷീനുള്ളിലോട്ട് പോകുമ്പോൾ പറയുന്നത്. അതിന്റെ ഒരു ഡയറക്ഷൻ ആയിട്ട് നമ്മൾ ലോങ്ങിറ്റ്യൂഡൽ മാഗ്നറ്റൈസേഷൻ എന്ന് പറയും. അതിന്റെ ഒരു XYZ ആയിട്ട് 3 പ്ലെയിനിൽ നമ്മൾ ഗ്രേഡിയന്റ് കോയിൽസും കൂടി മാഗ്നറ്റിനുള്ളിൽ വെച്ചിട്ടുണ്ടാവും. ഈ മാഗ്നറ്റിനുള്ളിൽ വെച്ചിട്ടുള്ള ഗ്രേഡിയന്റ് കോയിൽസും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യാനുള്ള മാഗ്നറ്റിക് ഫീൽഡും പിന്നെ സ്പേഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഈ ഗ്രേഡിയൻസും റേഡിയോ ഫ്രീക്വൻസി പൾസ് കൊടുക്കാനുള്ള കോയിൽസും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നുള്ളൊരു ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം XYZ എന്ന് പറഞ്ഞ 3 പ്ലെയിനിൽ ഒന്ന് സ്പേഷ്യൽ ഗ്രേഡിയന്റ്, സ്ലൈസ് സെലക്ഷൻ ഗ്രേഡിയന്റ്, ഒന്ന് ഫേസ് എൻകോഡിംഗ് ഗ്രേഡിയന്റ്, ഒന്ന് ഫ്രീക്വൻസി എൻകോഡിംഗ് ഗ്രേഡിയന്റ്. ഇങ്ങനെ 3 ടൈപ്പുള്ള ഗ്രേഡിയൻസ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ 2 ഡയറക്ഷനിൽ അകത്തോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ഈ B0 എന്ന് പറഞ്ഞ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലോട്ട് പോവും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3T പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോട്ടോൺസ് ഉണ്ടാവുമല്ലോ. നമ്മൾ അതിനുള്ളിലോട്ട് പോകുമ്പോൾ ബോഡിയിലുള്ള ഒരുപാട് പ്രോട്ടോൺസ് ഉണ്ടാവും. അതിൽ കുറെ എനർജി ലോ എനർജി സ്റ്റേറ്റിലായിരിക്കും, കുറച്ചൊക്കെ വളരെ ഹൈ എനർജി സ്റ്റേറ്റിലായിരിക്കും. അപ്പൊ ലോ എനർജി സ്റ്റേറ്റിലുള്ള എല്ലാം എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്തിരിക്കും. അല്ലാത്തത് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഈ നള്ളിഫൈ ചെയ്ത് പോവാത്ത സിഗ്നൽസ് ഉണ്ടോ, നള്ളിഫൈ ചെയ്ത് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് ഡയറക്ഷനിലുള്ള ഈ പ്രോട്ടോൺസ് എല്ലാം നള്ളിഫൈ ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന, ഇമേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബാലൻസ് വരുന്ന പ്രോട്ടോൺസ് ആണ്. അവിടെയാണ് നമ്മൾ ലാർമർ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രസിഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കാര്യം ബാധകമായിട്ട് വരുന്നത്. അപ്പൊ ഈ പ്രസിഷണൽ ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാർമർ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പ്രസിഷണൽ ഫ്രീക്വൻസി പറയുന്നത്. ഇത് നമ്മൾ ബേസിക് ഫിസിക്സ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് സ്ട്രെങ്ത് ഓഫ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുമാണ്. പിന്നെ അതുപോലെ ഒരു നമ്മൾ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്നുള്ള ഒരു ന്യൂക്ലിയസിന്റെ അതിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ഇത് പറയുന്നത്. അപ്പൊ ഹൈഡ്രജൻ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഹയസ്റ്റ് ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഉള്ള ഒരു ന്യൂക്ലിയസും കൂടിയാണ്. അതുപോലെ തന്നെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ഹൈഡ്രജൻ പ്രോട്ടോൺസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇമേജിൽ ഇവിടെ ഒരു B0 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്ന ലോങ്ങിറ്റ്യൂഡൽ മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിന് നമ്മൾ ഈ പറയുന്ന 3 XYZ എന്ന് പറഞ്ഞൊരു ഗ്രാഫ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്ലൈസ് സെലക്ഷൻ, ഫ്രീക്വൻസി ആൻഡ് ഫേസ് എൻകോഡിംഗ് ഗ്രേഡിയന്റിന്റെ 3 ഡയറക്ഷൻസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇത് ഈ Z എന്നുള്ള ഇതിൽ മെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലായിരിക്കും ഇത്. അപ്പൊ ഇവിടെ ഇത് ഈ ആരോ കാണിച്ച് റൗണ്ടിൽ കാണിക്കുന്നത് അതിന്റെ ഒരു പ്രിസിഷനെ സൂചിപ്പിക്കുന്നതാണ്. അത് പ്രിസിഷൻ ചെയ്യുന്ന ഈ ഒരു ഇങ്ങനെ ആണ് പ്രിസിഷൻ ചെയ്യുന്നതെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സർക്കുലർ റിവോൾവിംഗ് ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ പ്രോട്ടോൺസ് അലൈൻ ചെയ്യുന്നെങ്കിലും അതിനൊരു പ്രിസിഷണൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ആ പ്രിസിഷൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ആൻഡ് B0 അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇപ്പൊ 3 ടെസ്റ്റിലോട്ട് പോകുമ്പോൾ ഇതിന്റെ 127 ആൻഡ് 1.5ലാണെങ്കിൽ 63.8 എന്നുള്ളൊരു നമുക്കൊരു എന്താണ് കോൺസ്റ്റന്റ് നമ്പർ തന്നെയായിട്ടായിരിക്കും നമ്മൾ അത് പറയുന്നത്. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ ലാർമർ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു പ്രിസിഷണൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇമേജിങ്ങിനെല്ലാം എങ്ങനെയാന്നുള്ളത് തീരുമാനിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഒരു ഇമേജ് ചെയ്യാൻ വേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു റൂം വേണം, എന്തായാലും ഇമേജിംഗ് റൂം വേണം. അതിൻ്റെ കൂടെ നമുക്കൊരു ഹോമോജിനസ് മാഗ്നറ്റ്, ഗ്രേഡിയൻ കോയിൽസ്, സർഫസ് കോയിൽസോ റേഡിയോ ഫ്രീക്വൻസി കോയിൽസ് എന്ന് പറയാം. പിന്നെ എന്ത് ചെയ്യണം, പൾസ് സീക്വൻസസ് എന്തായാലും നമുക്ക് വേണം. നമ്മൾ ഈ ചെയ്യുന്ന ഇമേജ് ചെയ്യുന്ന ആ സീക്വൻസസിനെ നമ്മൾ പൾസ് സീക്വൻസിന്റെ അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടിങ് ആൻഡ് റീകൺസ്ട്രക്ഷൻ കാര്യങ്ങൾ, ടേബിള്, സബ്ജക്റ്റ് എന്ന് പറയുന്ന പേഷ്യന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഇമേജ് ഒരു ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു എന്തൊക്കെയുണ്ട് ഇതിനുള്ളിലുള്ള ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇമേജ് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്കൊരു വളരെ നല്ല രീതിയിലുള്ള ഒരു
ഇമേജ് കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഇത് ഇങ്ങനെയാണ് ഒരു MRI സ്കാനർ സർക്യൂട്ട് ഇരിക്കുന്നത്. ഞാൻ കാണിക്കുന്നത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ നമുക്ക് എന്തൊക്കെ ഉണ്ട്, സ്ട്രക്ചറൽ സപ്പോർട്ടായിട്ട് എന്തൊക്കെ ഉണ്ടെന്നും കൂടെ നോക്കാം. ഒരു റൂമിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പം ഇവിടെ കുറേ കോയിൽസ്, ആക്സസറീസ്, പിന്നെ അങ്ങനെ ലിനൻ കാര്യങ്ങളെല്ലാം കാണും. പിന്നെ എന്താണ് കാണുന്നത്, അതിന്റെ പവർ റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം നമുക്ക് പവർ റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഗാൽവനൈസ്ഡ് കോപ്പർ, അലുമിനിയം, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, RF ഡോറും അതുപോലെ തന്നെ അല്ലാണ്ടുള്ള ഐസൊലേഷൻ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതിനെ നമ്മളെല്ലാം കൂടെ ചേർത്തിട്ട് ഫാരഡേ കേജ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഫാരഡേ കേജ് എന്ന് പറയുന്നത് നമുക്കിവിടെ 2 ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഈ റൂം കണ്ടു കഴിഞ്ഞാൽ ഈ റൂമിനുള്ളിലോട്ട് നമുക്ക് പുറത്തുനിന്നുള്ള പല സിഗ്നലുകളും വരാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഘടകം. അപ്പം പുറത്തുനിന്നുള്ള സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സിഗ്നലും ഈ അകത്തുള്ള നമ്മളെ പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന സിഗ്നലും കൂടി ഇന്റർഫിയർ ചെയ്ത് നമുക്ക് ആർട്ടിഫാക്ട്സ് ആയിട്ടായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത്. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ പറയുന്ന RF ഡോർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഡോർസിനുള്ളിൽ ഫാരഡേ കേജ് ചെയ്യുകയും, MRIയിൽ ഗ്ലാസ് വിൻഡോ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ചെറിയ ചെറിയ ലൈൻസ് പോലെ അവിടെയും നമുക്ക് ഫാരഡേ കേജ് കാണാൻ പറ്റും. പിന്നെ റൂം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കോപ്പർ, അലുമിനിയം, ഗാൽവനൈസ്ഡ് സ്റ്റീൽ കൺസിഡറേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ അത് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അതിന് പറയുന്നത് RF ഇന്റർഫറൻസ് മൂലം ഉണ്ടാകുന്ന ആർട്ടിഫാക്ട്സ് തടയുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പം പുറത്തുനിന്നുള്ള സിഗ്നൽസ് ആ റൂമിനോട്ട് പോകാൻ പാടില്ല. നമ്മൾ ഡോർ ക്ലോസ് ചെയ്യാതെ സ്കാൻ ചെയ്താലും ഡോർ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ആർട്ടിഫാക്ട്സ് ഉണ്ടാവാമെന്നാണ് പറയുന്നത്. അതുപോലെ ചില സ്കാനേഴ്സിൽ ഡോർ ലോക്ക് അല്ല എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യാൻ പറ്റത്തില്ല. സീമെൻസ് സ്കാനേഴ്സ് കുഴപ്പമില്ല. ഫിലിപ്സിലും എനിക്കൊന്ന് സ്കാൻ ഡോർ ക്ലോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇതാണ്. പക്ഷെ സീമെൻസ് സ്കാനറിൽ ഓപ്പൺ ആണെങ്കിലും സ്കാനിങ് നടക്കും. ജിയിൽ ക്ലോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ സ്കാനർ വർക്ക് ചെയ്യില്ല. നമ്മളിപ്പോൾ സ്റ്റാർട്ട് സ്കാൻ കൊടുക്കുമ്പം ഡോർ ഈസ് ഓപ്പൺ എന്നുള്ളൊരു മെസ്സേജ് കാണിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ചെറിയ ഇതുപോലത്തെ, അതായത് നിങ്ങൾ ഒരു വാൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഓപ്പൺ സ്പേസസ് കാണും. ഇപ്പൊ നമുക്കൊരു കണ്ടീഷൻ അല്ലാത്തൊരു എക്യുപ്മെന്റ് വഴി പേഷ്യന്റിന് നമുക്ക് എന്ത് ചെയ്യണം, മരുന്നോ എന്തെങ്കിലും കാര്യങ്ങളോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പാനലാണ് പെനിട്രേഷൻ പാനൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനുള്ളിൽ കൂടി നമുക്ക് ഈ അകത്തോട്ട് കൊടുക്കാനുള്ള വയറുകളും കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഇതൊരു ഇഞ്ചക്ടർ ഡിവൈസ് ആണ്. ഇത് കണ്ടീഷണൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് അകത്ത് കയറ്റാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഇതുവഴിയാണ് നമുക്ക് പേഷ്യന്റിന് ഇത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ റൂം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, ഓക്സിജൻ മോണിറ്ററിങ് കാര്യങ്ങൾ ചെയ്യുക, പിന്നെ IPS UPS ഇലക്ട്രിക്കൽ സപ്ലൈ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. പൈപ്ഡ് ഗ്യാസസ്, ഓക്സിജൻ, അതുപോലെ എയർ, ഇതുപോലത്തെ കണക്ഷൻസ് ഒക്കെ റൂമിൽ ഉണ്ടാവും. ആദ്യം നമുക്ക് ഓക്സിജൻ സിലിണ്ടർ ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ ക്ലിനിക്കൽ മാഗ്നറ്റിന്റെ ഒരു മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ ബോറിന്റെ സൈസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു 60 സെന്റിമീറ്റർ ആയിരുന്നു ബോറെല്ലാം. ഇപ്പൊ അതെല്ലാം ഒരു 70 സെന്റിമീറ്റർ 80 സെന്റിമീറ്ററിലോട്ടൊക്കെ മാറുന്നുണ്ടെന്നാണ് കേട്ടത്. മിനിമം 70 സെന്റിമീറ്ററിലോട്ടെങ്കിലും ഇപ്പൊ വന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ വൈഡ് ബോർ എന്ന് പറയുന്നത്. അപ്പൊ അത് പേഷ്യൻസിന്റെ വണ്ണം കൂടിയതോ അല്ലെങ്കിൽ ഹാബിറ്റസ് അനുസരിച്ചിട്ട് പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യുകയും പിന്നെ ബാക്കിയുള്ള സേഫ്റ്റി കൺസിഡറേഷനും അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ബോർ സൈസ് വലുതാക്കിയത്. കാര്യം ബേണിംഗ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഇന്ത്യൻ ഇതിൽ വളരെയധികം യൂസ് ചെയ്യാത്തൊരു ഘടകമാണ് നമ്മൾ പാഡിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെയെല്ലാം പാഡിങ്, വേറെയുള്ള രാജ്യങ്ങളിലെല്ലാം പാഡിങ് വളരെയധികം സേഫ്റ്റി കൺസിഡറേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വഴിയെ നോക്കാം. പിന്നെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാലോ, 1 ടെസ്ല എന്ന് പറയുന്നത് നമ്മൾ 10,000 ഗോസ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് 0.5 ഗോസ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ഒരു ടിപ്പിക്കൽ 1.5 സിസ്റ്റം പറയുമ്പോൾ 15,000 ഗോസ് ആണ് അതിന്റെ കപ്പാസിറ്റി. 3T വരുമ്പോൾ അതിന്റെ അനുസരിച്ച് വളരെ കൂടും. 7 ടെസ്ല ആകുമ്പോൾ അധികം കൂടെ വരും. പിന്നെ ഹോമോജിനിറ്റി എന്ന് പറയുന്നത് അറിയാലോ, ഹോമോജിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്കാനറിന്റെ സെന്ററിലുള്ള ആ ഒരു എത്രത്തോളം ഈ പറയുന്ന 1.5 ടെസ്ലയുടെ എത്രത്തോളം വേരിയേഷൻസ് ഉണ്ട് എന്നുള്ളതിനെ തീരുമാനിക്കുന്ന ഘടകമാണ്. ഹോമോജിനിറ്റി എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിട്ട് എല്ലായിടവും ഒരേപോലെ ഇരിക്കുന്നതിനാണ് നമ്മൾ
ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. കുറച്ച് വേരിയേഷൻസ് ഉണ്ടാകുന്നതിനനുസരിച്ചാണ് നമ്മൾ ആർട്ടിഫാക്ട്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സക്സെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഹോമോജിനിറ്റി ആർട്ടിഫാക്ട്സ് എന്നൊക്കെ പറയും. സക്സെപ്റ്റബിലിറ്റി ഉണ്ടാകുന്നത് പല ഫാക്ടേഴ്സ്, പല എയർ, ബോൺ, വാട്ടർ, പല ടിഷ്യൂസ് മൂലം നമ്മൾ ഉണ്ടാകുന്ന ആർട്ടിഫാക്ട്സിനാണ് സക്സെപ്റ്റബിലിറ്റി ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. അതിനൊരു ഘടകം അവിടെ ഹോമോജിനിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? നോൺ സീറോ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്, സോറി. ഓക്കെ, നോൺ സീറോ എന്ന് പറഞ്ഞാൽ, സീറോ എന്ന് പറഞ്ഞാൽ സീറോ, ഒന്നുമില്ല. നോൺ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ന്യൂക്ലിയർ സ്പിന്ന് ഉള്ളത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും, നമുക്കൊരു സീറോയിൽ കൂടുതൽ ആയിട്ടുള്ള വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ ബോഡിയിലുള്ള പ്രോട്ടോൺസ് ഇപ്പം MRI റൂമിനകത്തോട്ട് കയറുമ്പോൾ ലോ എനർജി ആൻഡ് ഹൈ എനർജിയിൽ റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുവാണ്. ആ റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രോട്ടോൺസ് നമ്മൾ MRI റൂമിനുള്ളിൽ കയറുമ്പോൾ ഈ പറയുന്ന പ്രസിഷണൽ ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇൻറ്റു ഗൈറോമാഗ്നറ്റിക് റേഷ്യോ. അപ്പൊ നമ്മളെ ന്യൂക്ലിയസിന്റെ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ഡിപ്പെൻഡ്സ് ആൻഡ് ഈ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. ഇത് രണ്ടും കൂടി വന്നതിന് ശേഷം ആ സ്പിന്നിനുണ്ടാകുന്ന ചേഞ്ചസ്. അപ്പൊ അത് നോൺ സീറോ എന്ന് പറയാൻ കാരണം അതൊരിക്കലും സീറോ അല്ല. അതുകൊണ്ടാണ് നമ്മൾ നോൺ സീറോ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇടാം. ഈ ഇടയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചാറ്റിൽ ഇട്ട് കഴിഞ്ഞ് ഞാൻ അത് പറയാം. ഇതുവരെ ക്ലിയർ ആണെങ്കിൽ അടുത്തതിലോട്ട് പോവാം. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് മൂന്ന് തരം ആയിട്ട് നമുക്ക് പറയാം ടൈപ്സ് ഓഫ് മാഗ്നറ്റിനെ. ഒന്ന് പെർമനന്റ്, ഒന്ന് റെസിസ്റ്റീവ്, ഒന്ന് സൂപ്പർ കണ്ടക്റ്റീവ്. അപ്പൊ അതിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തേക്കുന്നത് സൂപ്പർ കണ്ടക്റ്റീവ് മാഗ്നറ്റ് ആണ്. എന്നാൽ പോലും നമ്മൾ പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റ്സിനെ പറ്റിയും ടെമ്പററി മാഗ്നറ്റിനെ പറ്റിയും അല്ലെങ്കിൽ റെസിസ്റ്റീവ് മാഗ്നറ്റിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഓപ്പൺ MRI സിസ്റ്റംസ് എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു 0.35 ടെസ്ല വരെയാണ്, 0.03 to 0.35 ടെസ്ല വരെയാണ് ആ സ്കാനർ അതിന്റെ സ്ട്രെങ്ത് പറഞ്ഞിരുന്നത്. അപ്പൊ അത് പെർമനന്റ്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. അപ്പൊ നമുക്ക് അതൊരിക്കൽ റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് മാഗ്നറ്റൈസ്ഡ് ആണ്. പക്ഷെ ഭയങ്കര കോസ്റ്റ് കൂടുതൽ ആയതുകൊണ്ടാണ് അത് പ്രാക്ടിക്കൽ കൺസിഡറേഷന് വേണ്ടി ഉപയോഗിക്കാതിരുന്നതിന്റെ ഒരു കാരണം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിലാണ്, ബട്ട് ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ് അറൗണ്ട് 100 ടൺസ് ആണ് അതിന്റെ വെയിറ്റ് വരുന്നത് മാഗ്നറ്റിന്റെ. അപ്പൊ അതിന്റെ ഒരു ഡിസൈൻ വന്നിട്ട് ഇതുപോലെ ആയിരിക്കും കാണുന്നത്. നമുക്ക് പിന്നീട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇത് ഞാൻ എൻ്റെ വേറൊരു സ്ലൈഡിൽ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇത് കഴിയുമ്പോൾ തന്നെ കാണിക്കാതെ ഇത് കുറച്ചുകൂടി പല പല മോഡലിലുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഈ സ്ലൈഡ് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് പോവാം. അപ്പൊ ഇത് ഇങ്ങനെ ആയിരിക്കും എന്റെ ഡിസൈൻ കാണുന്നത്. അപ്പൊ നോർത്ത് സൗത്ത് B0 ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതാണ്ട് ഈ താഴെ മുകളിലോട്ടാണ് നമ്മൾ സാധാരണ ഈ സ്കാനർ. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ടേബിൾ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ മുകളിലും താഴെ ആയിട്ടാണ് നോർത്ത് പോൾ സൗത്ത് പോളിൽ നമ്മളുടെ വെർട്ടിക്കലി ആയിട്ടാണ് നമ്മളെ മാഗ്നറ്റ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ഇപ്പോഴത്തെ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. അതുപോലെ തന്നെ റെസിസ്റ്റീവ് മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെയാണ്, ഹോറിസോണ്ടലി ഓർ വെർട്ടിക്കലി ആണ്. നമുക്ക് ഇതുപോലെ എക്സ്റ്റേണൽ ബോഡി ഇമേജിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ 0.03 to 0.4 ടെസ്ല വരെയൊക്കെയുള്ള സ്ട്രെങ്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ക്യാപിറ്റൽ കോസ്റ്റ് കുറവാണ്, പക്ഷേ റണ്ണിങ് കോസ്റ്റ് കൂടുതലാണ്. ഇതും റൂം ടെമ്പറേച്ചറിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ച് ഓഫും ചെയ്യാം. പെട്ടെന്ന് വൈൻഡിങ്സ് ഒന്നും കേടുവരാത്ത രീതിയിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മാഗ്നറ്റും കൂടിയാണ്.
വെയിറ്റ് കുറവാണ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊരു ടെമ്പററി ഇതാണ്. നമുക്കവിടെ സ്ട്രെങ്തിന് പ്രശ്നമുള്ളത് കൊണ്ട്, അതായത് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കുറച്ചേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ കുറെ നമുക്ക് ബോഡി ഇമേജിങ്ങിന് വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് എക്സ്റ്റേണൽ ബോഡി പാർട്സ്, അതായത് അടുത്ത് ക്ലോസ് സർക്യൂട്ട്, ഹാൻഡ്, റിസ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്സ്ട്രിമിറ്റീസ് ഇമേജിങ്ങിനാണ് കൂടുതൽ ഉപയോഗിക്കാൻ ഈറ്റ്. നിന്നൊക്കെ നമുക്ക് സ്കാൻ ചെയ്യുന്ന ഇമേജ് തന്നെ കണ്ടറിയാം. നിന്നൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം സെന്ററുകളിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ വരുമ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള സൂപ്പർ കണ്ടക്റ്റീവ് മാഗ്നറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ഇപ്പൊ കാണുന്ന. അപ്പൊ ഇതിന്റെ കുറെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇപ്പോഴെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഒരു -269°C മാത്രമാണെങ്കിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡ് ഹീലിയം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു കൂളന്റ് കടത്തി വിട്ടുകൊണ്ട് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ കൂൾ ഹെഡുമായിട്ട് ഘടിപ്പിച്ചുകൊണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ചെറിയൊരു ഈ അടുത്ത് നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ കുറെ ടൈമിൽ ഈ ഹീലിയം ഫില്ല് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഹീലിയം ഫില്ലിങ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ ഒരു സംഭവം എന്ന് അറിയാമോ ആർക്കെങ്കിലും ഹീലിയം ഫില്ലിങ്ങിനെ പറ്റി? ഓക്കെ, അപ്പൊ ഞാൻ അത് പറയാം. അതായത് നമ്മൾ മാഗ്നറ്റിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹീലിയം എന്ന് പറയുന്നത് മാഗ്നറ്റിനെ കൂൾ ചെയ്യാനുള്ള ഒരു കൂളന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതൊരു ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്, ലിക്വിഡ് ഹീലിയം ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഹീലിയം ഒരു ഗ്യാസ് അല്ലേ, അപ്പൊ അതിനെ ലിക്വിഡ് ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നത്. അപ്പൊ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എവിടെയാണ് നമ്മള് റിസ്ക് അല്ലെങ്കിൽ കൊഞ്ചിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഈ -269°C നിൽക്കുമ്പോൾ ഇത് ലിക്വിഡ് ആയിട്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പേഷ്യന്റിനെ അകത്ത് കയറ്റുന്നു, വർക്ക് ചെയ്യിപ്പിക്കുന്നു, RF കൊടുക്കുന്നു, മെഷീനിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. അപ്പൊ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ -269 എന്നുള്ള ഹീലിയം ഈ ടെമ്പറേച്ചർ മാറി ചേഞ്ച് ആയിട്ട് ഗ്യാസ് ഫോമിലോട്ട് മാറും. അപ്പൊ ഗ്യാസ് ഫോമിലോട്ട് മാറിയിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു കൂൾ ഹെഡ് ഉണ്ട്. അത് വഴി എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ ഒരു നമ്മളുടെ ചില്ലറിലോട്ട് വരും. ചില്ലർ എന്ന് പറയുന്നത് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അപ്പൊ നമ്മൾ കൂൾ ഹെഡ്, ചില്ലർ ഇതെല്ലാം തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഈ ഹീലിയം ഗ്യാസ് ഫോമിലോട്ട് വന്ന് ഈ ചില്ലറിന്റെ കൂൾ ഹെഡിൽ വന്നിരിക്കുമ്പോൾ ചില്ലറിലോട്ട് കണക്ട് ചെയ്ത്, ചില്ലറിൽ നിന്നുള്ളൊരു വാട്ടർ സർക്കുലേറ്റ് ഇന്നും ഔട്ടും എന്ന് പറഞ്ഞ് രണ്ടെണ്ണം നമ്മൾ ഈ കൂൾ ഹെഡിന്റെ ഒരു കൺട്രോൾ സിസ്റ്റം അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കൺട്രോൾ സിസ്റ്റത്തിലോട്ട് നമ്മളെ ഗ്യാസ് ഫോമിലുള്ള ഹീലിയം വരുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ നിന്ന് ഇന്നായിട്ട് വാട്ടർ സർക്കുലേറ്റ് ചെയ്ത് ഇതിനെ വീണ്ടും തണുപ്പിക്കാനായിട്ട് വളരെ വലിയ ക്വാണ്ടിറ്റിയിൽ വാട്ടർ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ചൂടായിരിക്കുന്ന ഹീലിയം എന്ത് ചെയ്യും? വീണ്ടും ഗ്യാസ് ഫോമിൽ ഇതിനകത്തോട്ട് പോവുകയല്ല ചെയ്യുന്നത്, ഈ കൂൾ ഹെഡ് വരെ വരുള്ളൂ. കൂൾ ഹെഡിലോട്ട് ഇന്നും ഔട്ട് ചെയ്യും. അതായത് ചൂട് ആയിട്ടുള്ള ഇത് വാട്ടർ വെളിയോട്ട് പോകും. നമ്മളൊരു മറ്റേ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ നടക്കുന്ന പോലെ ഒരു പ്രോസസ്സാണ്. അപ്പൊ ചൂടായിട്ടുള്ള വാട്ടർ വെളിയിലോട്ട് വീണ്ടും പോയി അതിനെ കൂൾ ചെയ്തുകൊണ്ട് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്നുള്ള രണ്ട് സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ പവർ റൂമിനകത്ത് പോയി ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് നമുക്ക് പവർ റൂമിനകത്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സർക്യൂട്ട് പോയി കൂൾ ഹെഡിലാണ് പോകുന്നത്. കൂൾ ഹെഡ് നമ്മൾ ആ മെഷീന്റെ ഏറ്റവും ടോപ്പിൽ ഒരു സൈഡിലാണ്, നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് വെച്ചേക്കുന്നത്. അത് ഫില്ല് ചെയ്തിട്ട് അത് ഉള്ളിലോട്ട് മാഗ്നറ്റിനുള്ളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ ഗ്യാസ് ഫോമിലോട്ട് വരുന്ന ലിക്വിഡ് ഹീലിയത്തിനെ തിരിച്ച് തണുപ്പിച്ച് വീണ്ടും ലിക്വിഡ് ഫോമിലോട്ട് എത്തിച്ചാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഹീലിയം ലെവൽ കൂടുതലാണോ കുറവാണോ എന്നുള്ള നോക്കണം എന്ന് പറയുന്നത്. ഹീലിയം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ മെഷീന്റെ ആ സൂപ്പർ കണ്ടക്ടിവിറ്റി അവിടെ നഷ്ടപ്പെടും. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഹീലിയം ഇവാപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. ഹീലിയം ഗ്യാസ് ആയിട്ടാണ് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചൂട് കൂടുതലായി മെഷീനിൽ ഈ ചില്ലർ കംപ്ലൈന്റ് ആവുന്ന സമയത്ത് വാട്ടർ സർക്കുലേറ്റ് ചെയ്യാതെ കുറെ നാളിരിക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലിക്വിഡ് ഹീലിയം എല്ലാം കൂടെ ഗ്യാസ് ഫോമിലാകുകയും മെഷീൻ കംപ്ലീറ്റ് ആയിട്ട് ഹീലിയം ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൊഞ്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊഞ്ച് ബട്ടൺ ഞെക്കുന്ന സമയത്ത് ഇതേപോലെ ഈ മാഗ്നറ്റിനോട് അടുപ്പിച്ച് എന്ത് ചെയ്യും? ഒരു ഹീറ്റ് ചെയ്യാനുള്ള ഒരു സാധനം, അതായത് മെഷീൻ നമുക്ക് എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടായി ആ സമയത്ത് എങ്ങനെയാണ് കൊഞ്ചിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബട്ടൺ, കൊഞ്ചിങ് ബട്ടൺ എന്ന് പറയുന്നത്
ഞെക്കുമ്പോൾ ഗ്യാസ് എല്ലാം കൂടെ വെളിയിൽ വരുന്ന പ്രോസസ്സ് അല്ല നടക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന്റെ അടിയിൽ ഒരു ഹീറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഈ കൊഞ്ച് ബട്ടൺ ഞെക്കുന്ന സമയത്ത് അത് ആക്ടിവേറ്റ് ആയതിനു ശേഷം ആ ഹീറ്റിംഗ് കൂടുതലാകുകയും ആ ഹീറ്റിങ്ങിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹീലിയം എല്ലാം കൂടി ഗ്യാസ് ഫോമിലോട്ട് പുറത്തോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇതിന്റെ കൊഞ്ചിങ് പോലും പ്രവർത്തിക്കുന്നത്. അപ്പം 3 ടെസ്ല, 11 ടെസ്ല, 7 ടെസ്ല അങ്ങനെ പല രീതിയിൽ നമുക്ക് സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ് അവൈലബിൾ ആണ്. വെർട്ടിക്കൽ ആയിട്ടുള്ളതും സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ് ഉണ്ട്. ജി ഓപ്പൺ സ്പീഡ്, ഫിലിപ്സ് പനോരമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഷീൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതും ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. ഈ ഡിസൈൻ ഇങ്ങനെ വരുന്ന സമയത്തെല്ലാം ഇത് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആവുന്നതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള സ്കാനേഴ്സ് എല്ലാം ഇതുപോലുള്ള നമ്മളെ ഒരു മോഡലിലോട്ട് പോകുന്നത്. ടിപ്പിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ് എന്ന് പറയുന്നത് നിയോബിയം ടൈറ്റാനിയം വയർസ് ആണ്. അത് നമ്മളിങ്ങനെ ചുറ്റി എന്നിട്ട് അതിനെ ലിക്വിഡ് ഹീലിയം ക്രയോസ്റ്റാറ്റ്, അപ്പം നമ്മൾ അതിനെ മൊത്തത്തിൽ ക്രയോസ്റ്റാറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. 4 കെൽവിൻ ഓർ -269 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു ടെമ്പറേച്ചർ. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ വൺ വേർഡ് ആയിട്ടുള്ള എക്സാംസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ മെറ്റീരിയൽ കിട്ടുന്നു കണ്ട, ഇതൊക്കെ ഒരു വൺ വേർഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ നിയോബിയം ടൈറ്റാനിയം ആണ് അതിന്റെ മെറ്റീരിയൽ, പിന്നെ അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ടൈറ്റാനിയം കോയിൽ ടേൺസ് ഉണ്ട്. അതിന്റെ ഡയമീറ്റർ അനുസരിച്ചിട്ടാണ് ഇതിന്റെ കറണ്ട് എത്രത്തോളം വരുന്നു എന്നുള്ളത്, അതിന്റെ ഫീൽഡ് സ്ട്രെങ്തും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് അറിയാമല്ലോ, നമ്മൾ ആ ഒരു സോളിനോഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ടേൺസ് അനുസരിച്ചിട്ട് അതിന്റെ നമ്പേഴ്സ് നമ്മൾ മറ്റേ ജനറേറ്റർ സർക്യൂട്ട് പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സെയിം സിസ്റ്റം തന്നെയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പം 3Tയിൽ നമ്മൾ ജി ഇൻക്രീസ്, ജിയുടെ ഒരു ഇതാണ് സംഭവം. അവര് ചെയ്തേക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഒരു സ്ലൈഡാണിത്. അതിനെന്ന് വെച്ചാൽ നമ്മൾ കുറെ ചില കാര്യങ്ങൾ ഇതുപോലെ ഇൻക്രീസ് ചെയ്ത് എന്താണ് സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ കെൽവിൻ ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ കേബിളിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്രത്തോളം അതിന്റെ പവർ കൂടുതൽ കിട്ടും, അതുപോലെ കോസ്റ്റ് എത്രത്തോളം ആവും എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്നത് ഒരു ഹാർഡ്വെയർ ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം എങ്ങനെയാണ് അതിന്റെ കൊഞ്ചിങ് വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹീലിയം ഇപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, അറിയാമല്ലോ. അപ്പൊ ഹീലിയം നമുക്ക് കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് ഹീലിയം കുറച്ച് അല്ലെങ്കിൽ ഹീലിയം ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്ന മെഷീൻസിലെല്ലാം, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 200 ലിറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് കുറച്ചുകൊണ്ട് ഒരു 10 ലിറ്റർ മതിയെന്ന് വെച്ചു. അപ്പൊ അങ്ങനെ എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. അപ്പൊ അത്രയും കുറയുമ്പോഴത്തേക്ക് അതിന്റെ കോസ്റ്റ് കുറയുകയാണ്, മെഷീൻ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കുറയുന്നു, അതിന് അവരെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറയുന്നു. ഇപ്പൊ ഈവൻ ഒരു കൊഞ്ചിങ് വന്നാൽ പോലും അവർക്ക് നഷ്ടം വരുന്നത് വളരെയധികം കുറച്ചാണ്. പക്ഷെ ഹീലിയം കൂടുതലായി കഴിഞ്ഞാൽ വളരെയധികം നഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ അത്രയും ഒരു 25 ലക്ഷമൊക്കെയാണ് മിനിമം നമുക്ക്, എനിക്ക് തോന്നുന്നു ഒരു കൊഞ്ചിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ഹീലിയം ലോസ് ആയി കഴിഞ്ഞാലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബാക്കപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ലൊരു മിനിമം ഇന്ത്യൻ റുപ്പീസിൽ ഒരു മിനിമം 25-30 ലക്ഷമെങ്കിലും നമുക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ടിപ്പിക്കലി നമുക്ക് 1700 മുതൽ 2000 ലിക്വിഡ് ഹീലിയം ആണ് നമ്മൾ സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റിൽ വേണ്ടി വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പടം ഇതാണ്. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീലിയം ഫില്ല് ചെയ്യുന്ന ഈ പടത്തിൽ കാണിക്കുമ്പോൾ ഈ ട്യൂബ് കണ്ടോ, ഈ ട്യൂബ് വഴിയാണ് നമ്മൾ ഹീലിയം ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുന്നത്. ഈ മുകളിലോട്ട് കൊടുത്തേക്കുന്നതാണ് ഇപ്പൊ നമ്മൾ കൊഞ്ചിന സമയത്ത് വെളിയിലോട്ട് പോകുന്ന പൈപ്പാണ് ഈ കാണുന്നത്. ഇങ്ങനെയായിരിക്കും ആ മാഗ്നറ്റിലോട്ട് ഇത് ഫില്ല് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത്. കണ്ടോ, ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത്. ഇത് ഫില്ല് ചെയ്യുന്നത് ഇതിൽ നിന്ന് തിരിച്ച് ഗ്യാസ് ഫോമിലോട്ട് വരുന്നത് വെളിയിൽ കളയാനുള്ള ട്യൂബ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ സാധനമാണ് ഞാൻ നേരത്തെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2-3 കുറെ സാധനങ്ങളുണ്ട്. ഇതാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനം ഇതാണ്. നിങ്ങൾ അതിനകത്ത് ഈ ക്യാബിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം കാണാൻ പറ്റും.
അപ്പം ഞാനിതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടേമാണ്, ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് വേറെ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ ഈ പറഞ്ഞ മാഗ്നറ്റിൻ്റെ ലെങ്ത്, കോയിലിൻ്റെ ലെങ്തിനെ യൂസ് ചെയ്യുന്ന ഹോമോജിനിറ്റിക്ക് വരുന്ന ഒരു കണ്ടക്റ്റിംഗ് സാധനമാണ് LVRMS, VRMS. ഇത് രണ്ടും നമ്മൾ മെഷീൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നോക്കി വാങ്ങിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ മെഷീൻ്റെ സ്പെസിഫിക്കേഷനിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ എത്ര LVRMS, RMS ഉണ്ടെന്ന് നോക്കിയൊക്കെയാണ് അത് വാങ്ങുന്നത്. ഹോമോജിനിറ്റി ഒക്കെ നോക്കി ബന്ധപ്പെടുത്തി അതും ബിസിനസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പർച്ചേസ് മോഡിലോട്ട് പോകുന്ന ഒരു ടെക്നിക്കൽ ടൈമാണ്. നമുക്ക് അക്കാഡമിക്കലി ക്ലിനിക്കലി വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല. പിന്നെ എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഹോമോജിനിറ്റി നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു പടം, ഇത് MRI പറ്റി അറിയാവുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ പടത്തിനെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? എന്ത് ടൈപ്പ് ഇമേജ് ആണ് അതിനകത്ത്, എന്താണ് കാണുന്നതെന്നുള്ളത്? കമന്റ് ഇട്ടാലും മതി. ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും അത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സീക്വൻസ് ഏതാന്നാണോ ചോദിക്കുന്നത്? T1 T2 അത് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഞാൻ തന്നെ പറയാം. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പം ആ ഇമേജിൽ ഇവിടെ ആ റൗണ്ട് ചെയ്ത് സർക്കിൾ കാണിച്ചേക്കുന്നില്ലേ, അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഇമേജ് നോക്കുമ്പോൾ ഇവിടെ ഒരു ലോസ് സിഗ്നൽ ഇല്ലേ, സിഗ്നൽ ലോസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഫാറ്റ് സപ്രഷൻ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് അത് കാണിക്കുന്നത്. നമ്മൾ ഫാറ്റിനെ സപ്രസ് ചെയ്തൊരു ഇമേജ് ആണ്. അവിടെ റെസൊല്യൂഷൻ ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫാറ്റ് സാച്ചുറേഷൻ ആണ് ഇവിടെ കാണുന്ന ആ ഒരു ബ്രൈറ്റ് സിഗ്നൽ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ആ ബ്രൈറ്റ് സിഗ്നൽ ഇല്ല. അപ്പം ഈ സ്ഥലത്തൊന്നും ഫാറ്റ് സപ്രഷൻ ആയിട്ടില്ല, അതുപോലെ ഇവിടെ സിഗ്നൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇമേജ് നോക്കുമ്പോഴും അറിയാം ഇവിടെ ഫാറ്റ് സാറ്റ് ഫെയിലിയർ ആയി. അപ്പം ഇവിടെ ഇതൊക്കെയാണ് നമ്മൾ ഇമേജ് ക്വാളിറ്റി എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോൾ ഇത് ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള എബിലിറ്റി, ആർട്ടിഫാക്റ്റ് ആണോ ലീഷൻ ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ഈ സംഭവിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇമേജിന് വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഈ VRMS, RMS എന്ന് പറയുന്നത് ആ ഹോമോജിനിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ ഇതിനെ എത്രത്തോളം മെഷർമെന്റ് ഉണ്ട്, ഈ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്ന സാധനം എത്രത്തോളം മെഷർമെന്റ് ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മളുടെ ഹോമോജിനിറ്റി ഇരിക്കുന്നത്. അപ്പൊ അതിനെ സഹായിക്കുന്ന കോയിൽസിനെ നമ്മൾ ഷിമ്മിങ് കോയിൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഷിമ്മിങ് ആണ് നമ്മൾ MRIക്കകത്ത് ഉള്ളത്. അതിന് ഒന്ന് ആക്റ്റീവ് ഷിമ്മിങ് എന്നും ഒന്ന് പാസീവ് ഷിമ്മിങ് എന്നും പറയും. ഓക്കെ, അപ്പം ഇതൊരു പടമാണ്. ഈ ഇമേജിനകത്ത് ഒന്ന് സൂം ചെയ്യാം. ഈ ഇമേജിനകത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഹോമോജിനസ് ആക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹോമോജിനിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട് വൈൻഡിങ്സ് ആഡ് ചെയ്ത് കൊടുത്ത് ആണ് ഇവർ ഹോമോജിനസ് ആക്കുന്നത്. ഇൻഹോമോജിനിറ്റി ഉള്ളതിനെ ഹോമോജിനസ് ആക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജിന്റെ സെയിം കോപ്പിയാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഷിമ്മിങ് പവർ സപ്ലൈ കോയിൽസ്, അതായത് പവർ സപ്ലൈ കൊടുത്ത് ഷിമ്മിങ് കോയിൽസ് വെച്ചേക്കുമ്പോഴേ എന്ത് ചെയ്യും, അതൊരു ഹോമോജിനസ് ആയി മാറും. ഷിമ്മിങ് കോയിൽസ് എന്ന് പറയുന്നതിന്റെ എങ്ങനെയാണ് ഘടിപ്പിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ പാസീവ് എന്ന് പറയുന്നത് നമുക്ക് വെളിയിൽ, അതായത് സിസ്റ്റത്തിന് വെളിയിലുള്ളതാണ് പാസീവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവിടെ ഷിം ബോക്സ് എന്ന് പറഞ്ഞ സാധനം വരും. അപ്പൊ ഈ ഷിം ബോക്സ് നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുക്കുന്ന സമയത്ത് ഈ കോയിൽസ് വർക്ക് ചെയ്തിട്ടാണ്. അത് മെയിൻലി നമ്മൾ ഫാസ്റ്റ് സപ്രഷൻ ചെയ്യുന്ന ഇമേജസിൽ മസ്റ്റ് ആയിട്ട് റൺ ചെയ്യണം. പോസ്റ്റ് കോൺട്രാസ്റ്റ് ഫാസ്റ്റ് സപ്രഷനും PDFS ഫാസ്റ്റ് സപ്രഷനും ഒക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് റൺ ചെയ്യേണ്ട ഇതാണ് ഷിം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, എന്നാലും ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഷിം കോയിൽസ് നമുക്ക് വളരെയധികം
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് 37 വർഷത്തോളം ഉണ്ട് ഇതിന്റെ ജേർണി, MRIയിലെ ഒരു ജേർണി. അപ്പം ഇപ്പോഴത്തെ ഒരു ലെവലിൽ 80s ലിക്വിഡ് നൈട്രജനും ലിക്വിഡ് ഹീലിയം ആയിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പം 90s ഒക്കെ ആയപ്പോൾ ഹീലിയം മാത്രമായി. പിന്നെ 2000 ഒക്കെ ആയപ്പോൾ നോയിസ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞൊരു ഘടകം കൂടെ ആഡ് ചെയ്തു. ഇപ്പൊ അതിന്റെ ഡെവലപ്മെന്റിൽ റെഡ്യൂസിങ് ക്രയോസ്റ്റാറ്റ് ഹീലിയം എത്രയായി, വളരെ കുറച്ചു. പിന്നെ ബോർ ലെങ്ത് കൂട്ടി, AI വന്നു, ഹോമോജിനിറ്റി കൂട്ടി. അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്റ്റേജസ് ആണ് നമ്മളിങ്ങനെ ഷോർട്ടായിട്ട് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള ഒരു ഇമേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലേറ്റ് 80s ഇങ്ങനെയായിരുന്നു എന്താണ് നമ്മളെ MRIയുടെ സിസ്റ്റം ഇരുന്നത്. അതായത് ഇങ്ങനെയാണ് ഒരു MRI സിസ്റ്റത്തിനെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ ആ MRI റൂമിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സെന്റർ ഈ കാണുന്ന റൗണ്ട് ആയിട്ടുള്ള വൈറ്റിൽ കാണുന്ന ബോർ നമ്മൾ വൈറ്റ് ആയിട്ട് കാണുന്ന ബോർ ആണ് ഈ കാണുന്നത്. അത് 70 സെന്റിമീറ്റർ ഓർ 80 സെന്റിമീറ്റേഴ്സ് അത്രേ ഉള്ളത്. പിന്നെ അതിന്റെ അടുത്ത് കാണുന്ന എന്താണ് RF കോയിൽ എന്ന് പറഞ്ഞൊരു ഘടകമാണ്. അതിലാണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി കൊടുക്കുന്നത്. അത് ബോഡി കോയിൽ എന്നും പറയും കേട്ടോ. ചില ഇതിനകത്ത് ബോഡി കോയിൽ എന്നാണ് പറയുന്നത്, RF കോയിലാണത്. പിന്നെ അതിന്റെ ഇപ്പുറത്തിരിക്കുന്ന വാക്വം, അതായത് സ്പേസ്, വാക്വം സ്പേസ് ആണ്. അതിനോട് ചേർന്ന് ഗ്രേഡിയന്റും ഷിം കോയിൽസും കാണപ്പെടും. ആ ഗ്രേഡിയന്റ് ഏതാണെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ സ്ലൈസ് സെലക്ഷൻ, ഫ്രീക്വൻസി, ഫേസ് എൻകോഡിംഗ് ഗ്രേഡിയന്റ് വരുന്ന ഗ്രേഡിയന്റ് കോയിൽസ്. അതിന് ശേഷമാണ് നമ്മളെ മെയിൻ മാഗ്നറ്റ് വരുന്നത്. പിന്നെ ഈ കാണുന്ന പടത്തിന്റെ ഈ കാണുന്നുണ്ട് ഈ സിമ്പിൾ നിങ്ങൾ കളർ വെച്ച് മനസ്സിലാവും. ലിക്വിഡ് നൈട്രജൻ പണ്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ പുറമേ ഉള്ള ഈ കളർ കൊടുത്തേക്കുന്നത്. ഈ കളർ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന റെഡ് എന്ന് പറയുന്നത് മാഗ്നറ്റ് കോയിലിന്റെ പടമാണ്. ഈ ലിക്വിഡ് ഹീലിയത്തിന്റെ പടമാണ് ഈ കാണുന്നത്. ലിക്വിഡ് നൈട്രജൻ പണ്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ബാക്കിൽ ഗ്രീൻ കളർ കാണിച്ചേക്കുന്നത്. ഈ പച്ച എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ബാർ ഷിം കോയിൽസ് ആണ്. ഇങ്ങനെയാണ് 80s. ഇപ്പോഴും അതിന്റെ വേറെ വെർഷനാണ്. ഞാൻ അതിന്റെ താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. അതിനെ നമ്മൾ 90s വന്നു കഴിഞ്ഞപ്പം ഈ ഒരു രീതിയിലായി. ലിക്വിഡ് ഹീലിയം മാത്രമായി, എവിടെ നൈട്രജൻ പോയി. പിന്നെ മാഗ്നറ്റിക് കോയിൽ ഇതാണ് റെഡ്, ഈ കാണുന്ന RF കോയിൽ റെഡ്, ഇത് ബോർ വൈറ്റ്. പിന്നെ എന്തെങ്കിലും ഗ്രേഡിയന്റ് ഷിം കോയിൽസ് ഇവിടെ കാണുന്ന ഗ്രീൻ ആണ്. പിന്നെ ലിക്വിഡ് ഹീലിയംസും വാക്വംസും ഇത്രയേ ഉള്ളൂ. ഈ ബ്ലാക്കിൽ കാണുന്നതാണ് വാക്വം ആയിട്ട് കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 90s കഴിഞ്ഞു, ലേറ്റ് 90s ആയ സമയത്ത് സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ് വന്നു തുടങ്ങിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, മെയിൻ ബോർ കഴിഞ്ഞ പിന്നെ നമുക്ക് കാണുന്ന RF കോയിൽസ്, നെക്സ്റ്റ് കാണുന്നത് എന്താണ് ഗ്രേഡിയന്റ് കോയിൽസ്, പിന്നെ മെയിൻ മാഗ്നറ്റ്, അതിനാണ് മാഗ്നറ്റ് കോയിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിനെ ലിക്വിഡ് ഹീലിയം വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്ത് നമുക്ക് ലിക്വിഡ് ഹീലിയം, ഈ പറഞ്ഞ ഈ രണ്ടിന്റെ ഇടയ്ക്ക്, അതായത് കണ്ടോ ഇത് മാഗ്നറ്റ് എന്ന് പറയുന്ന രണ്ട് ഈ ലിക്വിഡ് ഹീലിയത്തിന്റെ ഇടയ്ക്കായിട്ടാണ് വെച്ചേക്കുന്നത്. അതായത് ഹീറ്റ് ഡിസിപ്പേഷൻ രണ്ട് സൈഡിലോട്ട് പോകാനായിട്ട് അതിനൊരു സാൻഡ്വിച്ച് ടൈപ്പിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം 2015 റേഡിയോ ആക്റ്റീവ് പ്രോബ്ലം ഒക്കെ വന്നിട്ട് ഡീകെ റോക്കൊക്കെ ഇല്ലാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇത് നാച്ചുറലി ഉണ്ടാവുന്നതാണ് ഹീലിയം എന്ന് പറയുന്നത്. അപ്പൊ ഹീലിയം ന്യൂക്ലിയർ ഫിഷനോ ഒക്കെ സംഭവിച്ചുണ്ടാവുന്ന റേഡിയോ ആക്റ്റീവ് ഡീകെ മൂലം ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഹീലിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം ക്രൈസിസ് ഉണ്ടായി. 2015 വളരെയധികം ക്രൈസിസ് ഉണ്ടായിട്ട് അവര് ഈ ഹീലിയം ഇല്ലാതിരുന്നുകൊണ്ട് ഹീലിയത്തിന്റെ കോസ്റ്റ് കൂടിയെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനുശേഷമാണ് അവരൊരു ചിന്ത വന്നത്, ഫ്രീലിയം എന്ന് പറയുന്ന ഒരു GE-കാര് കണ്ടുപിടിച്ചൊരു ടെക്നോളജിയാണ് ഫ്രീലിയം എന്ന് പറഞ്ഞൊരു സാധനം. ഇൻസ്റ്റെഡ് ഓഫ് 2000 ലിക്വിഡ് ഹീലിയത്തിന് പകരം അവരെന്ത് ചെയ്യും, 20 ലിറ്റർ കൊണ്ട് ഒരു പബ്ലിക്കേഷൻ ഇറക്കി. 2016 റേഡിയോളജി സൊസൈറ്റിയിലെ ഒരു എനിക്ക് നോർത്ത് അമേരിക്കയിലെ ഒരു എക്സിബിഷനിൽ എന്തോ അവർ പ്രോസസ് ചെയ്ത സാധനമാണ്. ആ ഒരു 2000 ലിറ്ററിന്റെ പകരം 20 ലിറ്റർ കൊണ്ട് വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ. അതാണ് ഒരു ഹീലിയം. ഇപ്പൊ എല്ലാ മാഗ്നറ്റും ഹീലിയം ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നത് ഈ സംഭവം തന്നെയാണ്. മാഗ്നറ്റ് 2000 വേണം എന്നുള്ളിടത്ത് 20 ലിറ്റർ വേണം അല്ലെങ്കിൽ മതി എന്നുള്ളൊരു ലെവലിലാണ് ഹീലിയം ഫ്രീ എന്നൊക്കെ അവർ പറയുന്നത്. പരസ്യം ഇറക്കുമ്പോൾ അങ്ങനെ പറയുന്നു. മിനിമം ഒരു ഇതിലേ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി ഇല്ലാതാവും. അതിന്റെ ടെക്നോളജി മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കുറെ കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകണം, നിങ്ങൾക്ക് അധികം ആവശ്യമില്ല. ഇത് ഓരോ കമ്പനിയെ പറ്റി ഞാൻ സെപ്പറേറ്റ് കാര്യങ്ങളാണ്. ഫിലിപ്സിൽ എന്താണ്, സീമെൻസിൽ എന്താണെന്നുള്ളതൊക്കെയാണ്. അപ്പം ഇതാണ് നമ്മുടെ MRI ഇമേജിങ് ചെയ്യുന്നത്. ഞാനിപ്പം എല്ലാം കൂടി ചേർത്ത് പറഞ്ഞാൽ ഇപ്പം ഒരു മെയിൻ മാഗ്നറ്റ് ഇതാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ സൂം ചെയ്യാം. മെയിൻ മാഗ്നറ്റ് ഉണ്ടല്ലോ, മെയിൻ മാഗ്നറ്റ് ഉണ്ട്. RF കോയിൽ എവിടെ പേഷ്യനുമായിട്ട് ചേർന്നിരിക്കുന്ന RF കോയിലുണ്ട്. അതിന് തൊട്ട് ബാക്കിലായിട്ട് ഗ്രേഡിയന്റ് കോയിലുണ്ട്. പിന്നെ ഡേറ്റ കാര്യങ്ങളും ഉള്ള പൈപ്പ് ലൈൻസ്.
പിന്നെ ആപ്ലിക്കേഷൻ പോർട്ട്ഫോളിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഇത് നമ്മൾ ബെഡ് ലോക്ക് ചെയ്യുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിനകത്തും ഈ അറിയാമല്ലോ, നമ്മൾ ബെഡിൽ ഒരു കോയിലുണ്ട്, അതിന് നമ്മൾ ഫേസ് അറേ കോയിൽ എന്ന് പറയാം, അല്ലെങ്കിൽ സ്പൈൻ കോയിൽ എന്നൊക്കെ എല്ലാവരും പറയും ചിലർ. അതിലും കോയിലുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ ഘടിപ്പിക്കുന്ന എല്ലാം ട്രാൻസ്മിറ്റർ റിസീവർ ടൈപ്പ് കോയിൽസ് ആണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള കോയിൽസ് ആണ്. ഓക്കെ, ഇത്രയും. ഇതിനകത്ത് എന്തെങ്കിലും ഇനി പറയാനുണ്ടെങ്കിൽ ഈ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ബാക്കി നോക്കാം. നമ്മളൊരു 1 hour സെഷൻ തുടങ്ങാന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഡ്യൂട്ടിയിലാണ്. ഓക്കെ, ആരും റെസ്പോൺസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അത് ഭയങ്കര നമുക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഗ്രൂപ്പിലാണെങ്കിലും മെസ്സേജും റെസ്പോൺസ് കുറയുമ്പോൾ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. എല്ലാവരും മിണ്ടാതെ നിന്നാലേ. ഓക്കെ, ഓക്കെ, ഷിം കോയിൽ. ഷിമ്മിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് ഈ കോയിലും, അതായത് നമ്മളെ റേഡിയോ ഫ്രീക്വൻസി കോയിൽസ് ഉണ്ട്, ഗ്രേഡിയൻ കോയിൽസ് ഉണ്ട്, അല്ലാതെ മെയിൻ മാഗ്നറ്റ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു കോയിലാണ് ഷിമ്മിങ് കോയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഷിമ്മിങ് കോയിലിന് 2 ഫങ്ഷൻസ് ഉണ്ട്. മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹോമോജിനിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഹോമോജിനിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതും, അല്ലാണ്ടുള്ള സമയത്ത് മെഷീനിൻ്റെ അതായത് ഇപ്പോൾ നമ്മൾ 1.5 ടെസ്ല എക്സാലി നോട്ട് 1.5 ടെസ്ല ആയിരിക്കത്തില്ല, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് 1.48 1.45 1.4 സംതിങ് അങ്ങനെയാണ് അതിൻ്റെ എന്താണ് വാല്യൂസ് വരുന്നത്. നമ്മൾ ടെസ്റ്റിങ്ങിലൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു ഫേസ് എൻകോഡിങ് ഗ്രേഡിയൻ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു വേരിയേഷൻസ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലും. അപ്പം ആ ഒരു ഹോമോജിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഷിമ്മിങ് കോയിൽസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ കാണിച്ചേക്കുന്ന പടത്തിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുമോ, ഇതൊരു റോഡാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു കോയിലാണെന്ന് വെച്ചാൽ എന്താണ് നമ്മളെ റേഡിയോ ഫ്രീക്വൻസി കോയിലോ ഓർ ഗ്രേഡിയൻ കോയിൽസ്, ഇങ്ങനെയുള്ള കോയിൽസുകൾ ഇതുപോലെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് അതർ വൈൻഡിങ്സ് ആയിട്ട് നമ്മളാണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യും ഷിമ്മിങ് കോയിൽസ്. അപ്പൊ ഷിമ്മിങ് കോയിൽസ് കണക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഷിമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. അതൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കോയിലാണ്. നമ്മൾ ആ പറഞ്ഞ ഉൾപ്പെടെ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർ എഫ് ഗ്രേഡിയന്റ് മെയിൻ മാഗ്നറ്റ് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോയിലാണ്. അത് വളരെ ചെറിയ മൈന്യൂട്ട് കണക്ഷൻസ് ആയിരിക്കും, പ്രത്യേകിച്ച് വളരെയധികം വലിയൊരു കോയിലൊന്നും ആയിരിക്കത്തില്ല. ഈ ഷിമ്മിങ് കോയിൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഷിമ്മിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത്. അപ്പൊ ഷിമ്മിങ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹോമോജിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് അല്ലാതെ വരുന്ന സമയത്താണ് നമുക്ക് അതിനുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഹോമോജിനിറ്റി കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫാറ്റ് സെപ്പറേഷൻ സീക്വൻസ് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ ഫാറ്റ് സെപ്പറേഷൻ ഇല്ലാണ്ട് ബ്രൈറ്റ് ആയിട്ട് വരികയും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ബ്രൈറ്റ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പേഷ്യന്റ് കംപ്ലൈന്റ് ആണോ നമുക്ക് ആർട്ടിഫാക്റ്റ് ആണോ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഫാറ്റ് സെപ്പറേഷൻ സീക്വൻസ് PDFS പോലുള്ള PDFS എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഡെൻസിറ്റി ഫാറ്റ് സെപ്പറേഷൻ, അതുപോലെ T1FS ഫാറ്റ് സെപ്പറേഷൻ, ഇങ്ങനെയുള്ള ക്വാളിറ്റി ഇതിലെല്ലാം ക്വാളിറ്റി മോശമാകുകയും നമുക്ക് ആർട്ടിഫാക്റ്റ് ആണോ ലീഷൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് വരികയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിനെ ഒഴിവാക്കാനാണ് നമ്മൾ ഹോമോജിനിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതാണ് ഷിം കോയിൽ. ഓക്കെ, അതില് തന്നെ ആക്റ്റീവും പാസീവും പറഞ്ഞല്ലോ. ആ പാസീവ് എന്ന് പറയുമ്പോൾ അത് പുറത്ത് വെക്കാന്ന് പറഞ്ഞില്ലേ, അതൊന്ന് പറയാവോ? അതെ, അതായത് നമ്മൾ
ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് മാത്രം ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യണം, അവിടെ ഷിമ്മിങ് അപ്ലൈ ചെയ്യണം. അല്ലാണ്ട് അപ്ലൈ ചെയ്യുന്നത് എല്ലാ ടൈപ്പിലും പാസീവ് ഷിമ്മിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അതവിടെ ഹോമോജിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സീക്വൻസ് റൺ ചെയ്യുകയാണ്. ആ സീക്വൻസ് റൺ ചെയ്യുമ്പോൾ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഷിം കോയിലിനെ ആക്റ്റീവ് ആക്കി അപ്ലൈ ചെയ്ത് അതിലോട്ട് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി അവളെ ആക്റ്റീവ് ആക്കുന്നതിനാണ് ആക്റ്റീവ് ഷിം ചെയ്യുന്നത്. പാസീവ് ആകുമ്പോൾ അത് എപ്പോഴും ആ സിസ്റ്റത്തിൽ ഓൾറെഡി അതിങ്ങനെ ഓൺ ആയിട്ടിരിക്കുന്ന സാധനമാണ്. അതാണ് അകത്തും ആക്റ്റീവും പാസീവും തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ. ഒരെണ്ണം ഓൾറെഡി എപ്പോഴും ഉണ്ടാവും, പക്ഷെ നമ്മൾ ആക്റ്റീവായിട്ട് കൊടുക്കുന്ന ആ പർട്ടിക്കുലർ റീജിയനിൽ ഐസോ സെന്ററിൽ നമ്മൾ സ്ലൈസ് സെലക്ഷൻ ചെയ്യുന്ന റീജിയനിൽ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനാണ് ആക്റ്റീവ് ഷിമ്മിങ് എന്ന് പറയുന്നത്. ഈ ബോഡി കോയിൽ വെക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഷിമ്മിങ് കോയിലുമായിട്ട് ബന്ധപ്പെട്ടത് എന്തെങ്കിലാണോ? അല്ല, ബോഡി കോയിൽ എന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ ബോഡി കോയിൽ എന്ന് പറയുന്നത് ഒരു RF കോയിലാണ്. അതായത് നമ്മളൊരു മെയിൻ മാഗ്നറ്റിനുള്ളിൽ ഞാനിപ്പോൾ ആ ഒരു പടത്തിൽ കാണിച്ചില്ലേ, ആ പടത്തിൽ കാണിച്ചേക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് RF കോയിൽ ഓർ ബാർ ബോഡി കോയിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം ബോഡി കോയിൽ എന്നാണ് പൊതുവേ നമ്മളൊരു എഞ്ചിനീയറിംഗ് സൈഡിലുള്ളവർ ഇപ്പൊ ഇൻസ്റ്റലേഷൻ സമയത്ത് അവർ RF കോയിൽ എന്ന് പറയില്ല, അവർ പറയും ബോഡി കോയിൽ എന്ന് പറയും. നമ്മൾ ബോഡി കോയിൽ എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റിനെ ബോഡിയിൽ ഇങ്ങനെ വെളിയിലെടുത്ത് അബ്ഡോമനൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കോയിലിനെ നമ്മൾ ബോഡി കോയിൽ എന്ന് വിളിക്കും. പക്ഷെ അതൊരു ട്രാൻസ്മിറ്റർ റിസീവർ കോയിലാണ് ആക്ച്വലി. അതിനെ നമ്മൾ ബോഡി കോയിൽ എന്ന് പറയുന്നെങ്കിൽ പോലും ബോഡി പാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ബോഡി കോയിൽ എന്ന് പറയുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പേഷ്യന്റിന്റെ ബോറിനുള്ളിൽ തന്നെ ഫിക്സ് ചെയ്യുന്ന കോയിലിനെയാണ് നമ്മൾ ബോഡി കോയിൽ എന്ന് പറയുന്നത്. അതിനാണ് ആ ഒരു ഇമേജ്. അതേപോലെ ഗ്രേഡിയൻ കോയിൽസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ബ്ലോക്സ് ആയിട്ടുള്ള ചെറിയ കോയിൽസ്, അതും ഇതുപോലെ സർക്കുലർ റൂപ്പിൽസിൽ കണക്ട് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് രണ്ട് കാണുമ്പോൾ സിമിലർ ആയിരിക്കും, പക്ഷേ ബോഡി കോയിൽ എന്നുള്ളതാണ് നമുക്ക് റേഡിയോ ഫ്രീക്വൻസി കൊടുക്കുന്നതാണ്. ഗ്രേഡിയൻ കോയിൽസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് സ്ലൈസ് സെലക്ഷനും ഫ്രീക്വൻസിയും ഫേസും തീരുമാനിക്കാൻ വേണ്ടി എടുക്കുന്ന സാധനമാണ്. ഓക്കെ. എനിക്കിന്ന് സൗണ്ട് എത്ര പോരാ, എനിക്കിന്ന് ചെറിയ സൗണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു. 2-3 ദിവസം കൊണ്ട് തണുപ്പ് ഇച്ചിരി കൂടുതലായപ്പോൾ സൗണ്ട് പോയി, ചെറിയ പനിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോലി സംസാരിക്കുന്നത്. ഞാൻ വേറൊരു സ്ലൈഡിലോട്ട് പോവാണ്. ഇതൊന്ന് മാറ്റിയിട്ട് ഇതിപ്പോ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം സർ. ഓക്കെ. അപ്പം ഞാൻ കുറച്ചുകൂടി വേറൊരു രീതിയിൽ പോവാണ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിയിൽ പറയാം. അതായത് ടിഷ്യൂ മാഗ്നറ്റൈസേഷൻ ഇൻ എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ ടിഷ്യൂവിൻ്റെ മാഗ്നറ്റൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം, നമ്മളൊരു ബ്രെയിൻ ഇമേജ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ബ്രെയിനിനെ കൊണ്ടുവന്ന് ആ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മൾ പേഷ്യന്റ് കിടത്തുന്ന സമയത്ത് തല നമ്മൾ സെലക്റ്റീവ്ലി ലോക്കലൈസ് ചെയ്തുകൊണ്ട് ഈ പടത്തിൽ കാണുന്ന പോലെ നമ്മൾ അവിടെ കൊണ്ട് പേഷ്യന്റ് തല വയ്ക്കുകയാണ്. തല വെച്ച് കഴിയുമ്പോൾ അവിടെ നോർത്ത് പോൾ സൗത്ത് പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ പേഷ്യന്റെ ബോഡി അകത്തോട്ട് പോയി കഴിയുമ്പോൾ സംഭവിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, RF പൾസസിനെ ഉപയോഗിച്ചുകൊണ്ട് ടിഷ്യൂ മാഗ്നറ്റൈസേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ചേഞ്ച് ഓഫ് ടിഷ്യൂ മാഗ്നറ്റൈസേഷന്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ പേഷ്യന്റ് ഇവിടെ കൊണ്ടു കിടത്തുമ്പം ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ആ പേഷ്യന്റ് കിടക്കണേന്ന് വെച്ചാൽ ബ്രെയിൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഡയറക്ഷനിൽ നിന്ന് ചേഞ്ച് ഉണ്ടാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ചേഞ്ച് അപ്ലൈ ചെയ്ത് ഇതുപോലൊരു സിഗ്നൽ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് വേണം, ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിസം മനസ്സിലാക്കുക, ആറ്റംസിനെയും ന്യൂക്ലിയസിനെയും പറ്റി മനസ്സിലാക്കുക, ടിഷ്യൂ മാഗ്നറ്റൈസേഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുക,
പ്രിസിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് സിഗ്നൽ ജനറേഷൻ എന്നുള്ള ഒരു രീതിയിൽ. സിഗ്നൽ ജനറേഷൻ എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് റേഡിയോ ഫ്രീക്വൻസി പൾസ് അപ്ലൈ ചെയ്യണം, ബേസിക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണം, ബാക്കിയുള്ള എന്തൊക്കെയാണ് നമ്മുടെ മെഷീനുള്ളിലുള്ള കാര്യങ്ങളെന്ന് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മൾ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യുകയും വേണം. അപ്പം നമ്മൾ ബ്രെയിനിനെ ഇങ്ങനെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ടൈനി ബാർ മാഗ്നറ്റ്സ് ആയിട്ട് എടുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബ്രെയിനുള്ളിൽ കാണപ്പെടുന്നത്. ഇങ്ങനെയാണ് കാണപ്പെടുന്ന ഒരു പ്ലെയിൻ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രെയിനിനുള്ള പ്രോട്ടോൺസ് എല്ലാം ഇതുപോലെ ഇരിക്കുകയെന്ന് വെച്ചോ. ഇതുപോലെ ഒരു ടിഷ്യൂ മാഗ്നറ്റൈസേഷൻ ചെയ്തു. എന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ ഒരു ഇമേജ് ആയിട്ട് കിട്ടുവാണ്. ഇത് ആ ബ്രെയിൻ ഇമേജ് അല്ല, ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നു, ഇമേജ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഹൈലി മാഗ്നറ്റൈസ്ഡ് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് സിഗ്നലും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രൈറ്റ് സിഗ്നൽ ആയിരിക്കും, അവിടെ സ്ട്രോങ് സിഗ്നൽ ആയിരിക്കും. അവിടെ നമുക്ക് ഹൈലി മാഗ്നറ്റൈസ്ഡ് ഇഷ്യൂവും ഇവിടെ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇഷ്യൂ ആകുമ്പോൾ ലോ സിഗ്നലുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ടിഷ്യൂ മാഗ്നറ്റൈസേഷന്റെ ലെവൽ അനുസരിച്ചിട്ടാണ് നമുക്ക് സിഗ്നൽ ക്രിയേഷൻ നടക്കുന്നത്. അപ്പം എവിടെയാണ് കൂടുതൽ സിഗ്നൽ വരുന്നത് അവിടെ നമുക്ക് ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പർ ഇൻറ്റൻസ് എന്നുള്ള രീതിയിലും കുറച്ച് സിഗ്നൽ മാഗ്നറ്റൈസ് ഉള്ള അടുത്ത് വീക്ക് സിഗ്നൽ എന്നുള്ള ലോവർ ഇൻറ്റൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് സഹായിക്കുന്ന ക്രയോസ്റ്റാറ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളും ആണ് ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഇമേജ് ആയിട്ടാണ് ഈ കാണിച്ചേക്കുന്ന പടം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇമാജിനെ ക്രോസ് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാർട്ടീഷ്യൻ ആക്സസ് എന്ന് പറഞ്ഞ ഒരു ആക്സസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ പേഷ്യന്റിന്റെ ടേബിൾ ഇതാണ്, നമ്മൾ പേഷ്യന്റിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് തല വെച്ച് കിടത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ പറയുന്ന ഞാൻ B0, ഈ കാണുന്ന B0 എന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് പേഷ്യന്റ് കിടക്കുന്നത്. അപ്പൊ അതിന് ഈ മാഗ്നറ്റ് ഇങ്ങനെ ഇരിക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിൽ വരച്ചേക്കുന്ന ഒരു ഇമേജ് ആണ്. ഇത് ഇങ്ങനെയാണെന്ന് പറയേണ്ട ഒരു കട്ട് ഇമേജ് ആണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബോർ ലെങ്ത് നമ്മൾ 60 or 70 സെന്റിമീറ്റർ എന്ന് പറയുന്നു. പേഷ്യന്റ് ബോറിനകത്ത് കിടക്കുവാണ്. ആ സമയത്ത് നമ്മൾ ഒരു 3 ആക്സിസ് എടുക്കുന്നു. ഇപ്പൊ Z എന്ന് പറയുന്നത് ഈ B0 ആക്സിസ് ആണ് നമ്മൾ Z ആയിട്ട് എടുക്കുന്നത്. Yയും Xും ഉണ്ട്. ഇങ്ങനെ 3 ആക്സിസ് ഉണ്ട്. ഈ 3 ആക്സിസിൽ ഇവിടെയാണ്, ഈ ആക്സിസിലാണ് നമ്മൾ സ്ലൈസ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഫ്രീക്വൻസി ആൻഡ് ഫേസ് എൻകോഡിംഗ് ഡയറക്ഷൻസും കൂടെ കൊടുക്കും. എങ്ങനെയാണ് നമ്മളൊരു സ്ലൈസിനെ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈസിനെ എന്ത് വേണം, സ്ലൈസിന് തിക്നെസ് വേണം, എത്ര FOV വേണമെന്നുണ്ട്, എത്ര FOV വേണമെന്ന് നമ്മൾ പറയും. അതുപോലെ അതിന്റെ ഫേസ് ഡയറക്ഷൻ, ഫ്രീക്വൻസി ഡയറക്ഷൻ, റൈറ്റ് ലെഫ്റ്റ് ഓർ ആൻറ്റീരിയർ പോസ്റ്റീരിയർ സുപ്പീരിയർ ഇൻഫീരിയർ, ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഒരെണ്ണം ഡിഫൈൻ ചെയ്യുമ്പോൾ മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ഇന്റർചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഫേസ് വേണമെങ്കിലും മാറ്റാം, ഫ്രീക്വൻസി വേണമെങ്കിലും മാറ്റി കൊടുക്കാൻ പറ്റും. അത് നമുക്ക്, അതാണ് ഇതിനകത്തുള്ള ഒരു ഉപയോഗം. അതുകൊണ്ടാണ് നമുക്ക് ഏത് പ്ലെയിൻ വേണോ, നമ്മളിപ്പോൾ കൊറോണൽ സ്ലൈസ് വേണോ, ആക്സിൽ സ്ലൈസ് വേണോ, സാജ് സ്ലൈസ് വേണോ, എങ്ങനത്തെ സ്ലൈസ് വേണം, എത്ര തിക്നെസ് വേണം, എത്ര FOV വേണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഏത് ഫേസിനെ നമ്മൾ തീരുമാനിച്ച് മെഷീനിന് ഇതിലുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള രീതിയിൽ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് കൊടുത്ത് RF അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യണം, മെഷീൻ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് തരുന്നത്. ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ പേഷ്യന്റ് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ കാണുന്ന Z എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ. ഈ Z ഡയറക്ഷനിലാണ് ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതാണ് സ്ലൈസ് സെലക്ഷൻ ഗ്രേഡിയന്റിന്റെ മാഗ്നറ്റിക് കോയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ B0 മാഗ്നറ്റൈസേഷനിലോട്ട് പേഷ്യന്റ് കടന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ഒരു രൂപം ഇരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക് ഇലക്ട്രോ മാഗ്നറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് ഇരിക്കുന്നത്. അതായത് ഒരു ബാർ മാഗ്നറ്റിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അതിന്റെ സ്ട്രെങ്തും ഡയറക്ഷനും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ടെസ്ലയിലാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ലൈൻസ്, അതിന്റെ ഡയറക്ഷൻ ഓഫ് ദി ലൈൻസ് ആണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും B0 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ അത് അലൈൻ ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അപ്പം ഒരു സാധാരണ ഒരു സോളിനോയിഡിനകത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാണിക്കും. നോർത്ത് ടു സൗത്ത് എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു
കാണിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ സർക്കുലർ ലൂപ്പിൽ ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് ഫ്ലക്സ് ആണ് ഈ പറയുന്നത് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് പറയുന്നത്. ഇതിന് ചുറ്റുമുള്ള ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ അങ്ങനെയാണ് കാണിക്കുന്നത്. ഒരു ഡൈപോൾ മൊമെന്റ് ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. സ്ട്രെങ്ത് ഓഫ് ദി പാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതിന്റെ സ്ട്രെങ്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഡയറക്ഷൻ എപ്പോഴും ഫ്രം സൗത്ത് ടു നോർത്ത് പോൾ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും അതിന്റെ ഡയറക്ഷൻ കാണുന്നത്. അപ്പൊ ഇത് വിക്കിപീഡിയയിലെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്ട്രെങ്ത് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് എ മാഗ്നറ്റിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു നമ്മൾ ഒരു സബ്ജക്ട് ജസ്റ്റ് ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഹൗ ഡു വി റെപ്രസെന്റ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ സോളിനോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എന്നാണ് അതിന്റെ ആൻസർ. അപ്പൊ അതിന് നമുക്കൊരു ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് എന്താണ്, നമ്മളിപ്പം ഒരാൾ ചോദിക്കുകയാണ് മാഗ്നറ്റിക് മൊമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെയും ഡയറക്ഷനെയും റെപ്രസെന്റ് ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പം നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഇസ് എ വെക്ടർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് മൊമെന്റ്സ് ഇറ്റ് കണ്ടെയ്ൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് അതിന്റെ സ്ട്രെങ്തും അതിന്റെ ഡയറക്ഷനും കൂടെ ചേരുന്നതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇത് എല്ലാത്തിന്റെയും കൂടി ഒരു സമ്മാണ്, വെക്ടർ സമ്മാണ്. ഇപ്പൊ ഡയറക്ഷൻ സ്ട്രെങ്തും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത്. അപ്പം ഇവിടെ M0 = 0 എന്ന് പറഞ്ഞത് റാൻഡംലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോട്ടോൺസ് ആണെന്ന് വെച്ചു. അതിനെ നമ്മൾ ഇങ്ങനെ ഒരു സെയിം ഡയറക്ഷൻ, അതായത് ഒരേ അലൈൻമെന്റിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോ നമ്മുടെ പേഷ്യന്റ് ബോഡിയിലുള്ള പ്രോട്ടോൺസ് ആണ്, മാഗ്നറ്റിക് ഫീൽഡിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചു. അപ്പം M0 എന്ന് പറയുന്ന മെയിൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ മൊമെന്റ് ആണ്, ഡയറക്ഷൻ ആണ്. അപ്പൊ ആ ഇതിലോട്ട് വന്നു കഴിഞ്ഞു ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ M0 എന്നൊരു കണ്ടീഷൻ കിട്ടി. ഇവിടെ റാൻഡംലി അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഇവിടെ ഇങ്ങനെ ആയി. അതിനുശേഷം ഇത് ഇങ്ങനെ ആകുന്ന സമയത്താണ് നമുക്ക് അവിടെ നോൺ സീറോ സ്പിൻ, നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതിനെ സീറോ സ്പിൻ എന്നും ഇങ്ങനെ മാറി കഴിയുമ്പോഴത്തേക്ക് അതിനെ നോൺ സീറോ സ്പിൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്. അപ്പൊ എന്നിട്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് അപ്ലൈ ചെയ്യുന്ന, നേരത്തെ ഞാൻ ജസ്റ്റ് ലെൻസസ് ലോയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫാരഡേസ് ലോയും ലെൻസസ് ലോയൊക്കെ ഇതിനകത്ത് വരുന്ന ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. അപ്പം സൈസ് ഓഫ് ദി കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് കട്ടിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ബൈ കണ്ടക്ടർ. അത് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. നമ്മൾ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു കണ്ടക്ടറിനുള്ളിൽ ഉണ്ടോ അത്രത്തോളം കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് ഫാരഡേസ് ലോ പറയുന്നത്. അപ്പം നമ്മളിവിടെ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് കറണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ MR സിഗ്നൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കറണ്ട് സിഗ്നൽ, അതിനെ നമ്മൾ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ചെയ്ത് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ സിഗ്നൽ ഇമേജ് ആക്കി എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? Which of the following statement is true with respect to the magnetic moment? It represents strength and direction of the magnet. It represents the strength and direction of the magnetic field. A solenoid with no current will have a non-zero magnetic moment. ഇതിൽ ഏതായിരിക്കും ശരി? ഓപ്ഷൻ ബി ആണോ? represents the strength and direction of the magnetic field. നമ്മൾ മുകളിലോട്ട് ഒന്നുകൂടെ പോവാം. നമ്മളിവിടെ എന്താണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടെ മാഗ്നറ്റിക്
ഹൗ ഡു യു റെപ്രസെന്റ് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ബാർ മാഗ്നറ്റ് ഓർ സോളിനോയിഡ് എന്നാണ് പറയുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്കൊരു ഫീൽഡ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടില്ല. ഒരു ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെയും ഡയറക്ഷനെയും എന്ത് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല. അപ്പം മാഗ്നറ്റിക് മൊമെന്റ്, നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്ന സാധനം ആയാൽ പോലും ഒരു സം ഓഫ് ദി ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് മൊമെന്റ്സ് മാത്രമേ ആകുന്നുള്ളൂ. ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following represents statements is true with respect to the magnetic moment. മാഗ്നറ്റിക് മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ് ആയിട്ടുള്ള ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റെപ്രസെന്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റുമോ? ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ് ഒരു മാഗ്നറ്റിക് മൊമെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് റെപ്രസെന്റ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ബാർ മാഗ്നറ്റ് എന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു സോളിനോയിഡ്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ അവിടെ പറയുന്നില്ല. അതൊരു മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെയും ഡയറക്ഷനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസിനും വെറുതെ കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇനി നെറ്റ് മാഗ്നറ്റിക് മൊമെന്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. Which of the following is a true statement about the net magnetic moment? It has the same strength and direction as the MRI scanner's magnetic field. It is a vector sum of all the individual magnetic moments. It is given by symbol B0. ഇപ്പൊ എല്ലാരും പറയും. നമ്മൾ ജസ്റ്റ് അതിന് തൊട്ട് മുകളിലോട്ട് പോയാൽ മനസ്സിലാവും. ഇപ്പൊ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും നമ്മൾ പറയണം. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഒരു സം ഓഫ് ദി ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് മൊമെന്റ്സ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ നെറ്റ് മാഗ്നറ്റിക് വെക്ടർ എന്ന് പറയുന്നത് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തോട്ട് വേറെ നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും നമ്മൾ അതിനകത്ത് പറയുന്നില്ല. അതായത് നമ്മൾ ഈ ബാക്കിയുള്ള ചുമ്മാ കൺഫ്യൂഷൻ വരുത്തുക. അതായത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ് ഈ വെക്ടർ സമ്മ് അല്ലെങ്കിൽ എന്താണ് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് തമ്മിൽ വ്യത്യാസം? രണ്ടും ഒന്നാണ്. അതിന്റെ വേറൊരു പേര് നമ്മൾ നെറ്റ് മാഗ്നറ്റിക് വെക്ടർ ഓർ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് രണ്ടും ഒരേ കാര്യമാണ്. പക്ഷെ അതിന് വേറെ പേരുകളുണ്ട്. ആ രണ്ടും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊരു ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടേം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിലുള്ള നമുക്കിവിടെ മാഗ്നറ്റിക് സ്കാനറിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. അപ്പൊ അത് നമ്മൾ വെറുതെ ഇട്ടതാണ്. പിന്നെ ഈ B0 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഈ MZ എന്ന് പറയുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മെയിൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ് നമ്മൾ B0 എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അവിടെ B0 എത്തിയില്ല. നമ്മൾ ഇവിടെ പറയുന്ന ഇറ്റ് ഈസ് എ സം ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് മൊമെന്റ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഒരുപാടായി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. അപ്പൊ നമ്മൾ 1 മണിക്കൂറാണ് ഉദ്ദേശിച്ചത്. കുറച്ചൊരു 10-15 മിനിറ്റ് നമുക്ക് അധികം ജോയിൻ ചെയ്യാനായിട്ടൊക്കെ എടുത്തു. ഇന്നത്തെ സെഷൻ ഇത് നിർത്താൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് തുടങ്ങാന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ പറയുക. നമുക്കത് അടുത്തടുത്ത സെഷനിൽ കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇനി ഇത് എന്തെങ്കിലും മാറ്റം വേണോ, എങ്ങനെയാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താണ് കൺവീനിയൻസ്, ഇതെല്ലാം റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ബെറ്റർ ആക്കി പോകാൻ പറ്റൂ.